കേദാർനാഥിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുന്നു. പൈലറ്റ് ഉൾപ്പെടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 7 പേരും സുരക്ഷിതരാണ്. ക്ഷേത്ര ദർശനത്തിനെത്തിയ തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായുണ്ട്. അർജുൻ, എല്ലാവരും സുരക്ഷിതരാണെന്നുള്ളത് ആശ്വാസം നൽകുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? അക്ഷയ്, ഇന്ന് രാവിലെ 7 മണിക്കാണ് ഇത്തരത്തിൽ കേദാർനാഥിലെ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തിയ തീർത്ഥാടകരും പൈലറ്റും ഉണ്ടായിരുന്ന ഒരു ഹെലികോപ്റ്റർ സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി ഹെലിപാഡിന് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് ലാൻഡ് ചെയ്യേണ്ടി വന്നത്. ഹെലികോപ്റ്റർ ഈ ക്ഷേത്രമുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ഹെലിപാഡിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരികയായിരുന്നു. 6 തീർത്ഥാടകരും ഒരു പൈലറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഹെലിപാഡിന് തൊട്ടടുത്ത് എത്തി നിൽക്കെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ 2-3 തവണ അത് എയറിൽ തന്നെ കറങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് ഹെലികോപ്റ്റർ ഈ ഹെലിപാഡിൽ നിന്നും കുറച്ചപ്പുറത്തേക്ക് മാറി താഴേക്ക് പോകുന്ന ദൃശ്യമാണ് വന്നത്. അത് പൈലറ്റിന്റെ ഇടപെടൽ കൊണ്ടാണ് വലിയ രീതിയിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ദൃശ്യങ്ങളിൽ ഇതാണ് സ്വാഭാവികമായിട്ടും ആ പൈലറ്റിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഒരു അപകടം ഉണ്ടായത്, ഒഴിവായത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു സാങ്കേതിക തകരാർ ഉണ്ടാകുന്നു, നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അവിടെ കൃത്യമായിട്ട് ഈ പൈലറ്റിന് ഇടപെടാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം. ഒരു പക്ഷേ 7 പേരുടെ മരണത്തിൽ കലാശിക്കേണ്ട വലിയൊരു സംഭവത്തെ ഇത്തരത്തിൽ ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോയത്. ഈ ഹെലിപാഡിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാറി പുറകോട്ട് മാറി ഒരു പാറക്കെട്ടിന് ഇടയിലാണ് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. അതും വലിയ രീതിയിൽ തന്നെ അപകടമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഹെലികോപ്റ്റർ മറിയാനെല്ലാം തന്നെ ഉണ്ടാകുന്ന സാധ്യത ഉണ്ടായിരുന്നു. തികച്ചും നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പരിചയ സമ്പത്ത് കൈമുതലായി എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അവിടെ ആർക്കും ഒരു ആപത്തും ഉണ്ടാക്കാത്ത രീതിയിൽ അടിയന്തരമായിട്ടാണെങ്കിൽ പോലും 100 മീറ്റർ മാറി എന്തായാലും ഹെലിപാഡിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധ്യത അദ്ദേഹത്തിന് ഉണ്ടായ സമയത്താണ് അവിടെ നിന്നും 100 മീറ്റർ മാറി അവിടെ ആ പാറക്കെട്ടിയുടെ ആ ഇടയിൽ തന്നെ ഹെലികോപ്റ്റർ അടിയന്തരമായി ലാൻഡ് ചെയ്യിച്ചത്. മാത്രമല്ല ആ ഹെലിപാഡിന് ചുറ്റും മറ്റ് ആളുകൾ ഉണ്ടായിരുന്നു, രക്ഷാപ്രവർത്തകർ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ പെട്ടെന്ന് ആ സ്ഥലത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി ഈ 7 പേരെയും സുരക്ഷിതരായി തന്നെ ഹെലികോപ്റ്ററിനകത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഈ തീർത്ഥാടകർ ഇതിനോടകം തന്നെ കേദാർനാഥ് ക്ഷേത്രത്തിൽ എത്തി അവരുടെ ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി കേദാർനാഥ് എത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും എന്തായാലും ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, ഒരു അപകടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെ ആശ്വാസം നൽകുന്നു. മാത്രമല്ല തീർത്ഥാടകർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മടങ്ങുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വായുവിൽ എയറിൽ കടന്നിട്ട് ആ ഹെലികോപ്റ്റർ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹം കുറേ പാടുപെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും അദ്ദേഹത്തിന്റെ കഴിവും കൊണ്ടും മാത്രമാണ് ഒരു അപകടവും ഉണ്ടാകാതെ, പൈലറ്റിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് അപകടം ഉണ്ടായത് പോയതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും അദ്ദേഹം അതിൽ അഭ്യന്തരം അർഹിക്കുകയും ചെയ്യുന്നു. ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നു.